മൂപ്പർ കാണിച്ചുമായിട്ട് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു VS വണ്ടി നിർത്താൻ പറയും, ഞാൻ ഇറങ്ങിപ്പോവുക, എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതല്ല, ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ബാധ്യതയാണ്. അത് പ്രഭാകരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു. പിന്നെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്കത് ഒരു ശരിയല്ലാതെ തോന്നി. അപ്പോൾ ഞാൻ VSൻ്റെ അടുത്ത് പറഞ്ഞു, VS തിരഞ്ഞെടുപ്പല്ലേ, എന്തായിരിക്കും VSൻ്റെ അപ്രോച്ച് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ധൈര്യം വെച്ച് കുറച്ച് പറഞ്ഞതാണ്. അപ്പോൾ VS പറഞ്ഞു നോക്കാം. പിന്നെ അങ്ങനെ ഒരു ബന്ധമായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ആ പ്രചരണം ഞങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല, മലയാളികൾക്ക്, മലമ്പുഴക്കാർക്ക്. അപ്പോൾ 4700 ചില്ലാന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേ ജയിച്ചുള്ളൂ. പിന്നീട് VS മണ്ഡലമായിട്ട് നിത്യസമ്പർക്കം വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. വികസന പ്രവർത്തനങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ VSനോട് ജനവും എടുത്തു, ജനം VSനോടും എടുത്തു. അങ്ങനെയാണ് നിങ്ങളതിൻ്റെ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ 2001 ഭൂരിപക്ഷവും 2006 ഭൂരിപക്ഷവും 2011 ഭൂരിപക്ഷവും 2016 ഭൂരിപക്ഷവും നോക്കിയാൽ ആയിരക്കണക്കിന് വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായത്. അപ്പോൾ അത് VS എന്ന ഒരു മഹാമനുഷ്യൻ്റെ ജനകീയ ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ആയിരക്കണക്കിന് ജനങ്ങളുടെ അടുത്ത് കൂടുതലെടുത്തപ്പോൾ ജനങ്ങൾ വോട്ട് കൂടുതൽ ചെയ്തു. മറ്റൊന്നല്ല, ജനകീയ ഏതെങ്കിലും ഒരു പ്രശ്നം VSൻ്റെ കിട്ടിയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സമീപനമാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഗവർണറിനെ വിളിച്ചിട്ട് ഒരു നിരപരാധി പാലിൽ വെള്ളം ചേർത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ VS അയാൾ പാവമാണ്, അയാൾ വാങ്ങിയ പാല് വിറ്റതാണ്, ഗവർണർക്ക് ഇതിൽ റിലാക്സ് ചെയ്യുക. അപ്പം വിളിച്ചു ഗവർണറിന്, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, ആ നിരപരാധിയാണ്, നിങ്ങൾ വിട്ടു അയാളിനെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് VS. അങ്ങനെ ഏത് പ്രശ്നത്തിലും പ്രത്യേക താല്പര്യം കാണിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ അത് VS എല്ലാ പരിപാടികളും എന്താ നമുക്ക് മണ്ഡലത്തിൽ ചെയ്യേണ്ട, മാസത്തിലൊരിക്കൽ അവിടെ വരും. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബഡ്ജറ്റ് വരുമ്പോൾ അതിൽ ഈ കാര്യത്തിലൊക്കെ പറയും. പിന്നെ പ്രത്യേകം വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ VSൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ VS അതിൽ ഇടപെടും. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു സ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ VSൻ്റെ ഏത് ക്വാളിറ്റിയാണ് കൂടുതൽ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? ശരിയെന്ന് തോന്നുന്നതിനെ ശക്തമായിട്ട് വാദിച്ച് സമർത്ഥിക്കും. ശരിയല്ല എന്ന് തോന്നിയാൽ ആരായാലും മുഖം നോക്കാതെ മറുപടി പറയും. അതിലൊന്നും VSന് ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മനുഷ്യൻ. നോ കോംപ്രമൈസ്. ശരിയായ കാര്യത്തിന് ഏതറ്റം വരെയും പോകുക, ശരിയല്ലാത്ത കാര്യത്തിന് നോ കോംപ്രമൈസ്. മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട്, എന്തൊക്കെ നമുക്ക് വേണം, എങ്ങനെയാണ്. തന്നെയാണ് ഈ 4 പീരീഡിലും ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മലമ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ആരംഭിച്ചു. ഈ 4ാമത്തെ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്ക് 2.5 കൊല്ലം കഴിയുമ്പോഴേക്ക് മൂപ്പര് അവശനായി. പിന്നെ മണ്ഡലത്തിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ 2021 ഞാൻ ജയിച്ചപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്ന അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ്. പരമാവധി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സമയം കളയുന്നത്. പിന്നെ ഈ കിബിയും 3ാം തുടർ ഭരണമൊക്കെ വന്നപ്പോൾ മണ്ഡലത്തിൽ നേരത്തെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവ ഞങ്ങൾക്ക് ഒറ്റ സങ്കടമാണ് ഉള്ളത്. VS നന്നായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഈ പ്രവൃത്തികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു ഉത്സവ പ്രതീതിയുള്ള രീതിയിൽ മലമ്പുഴ ആഘോഷിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മലമ്പുഴക്കാരെ ആകെ, ഇപ്പോൾ നാളെ നോക്കിക്കോ, പോലീസ് ബ്രിഗേഡ് ഉണ്ടല്ലോ മറ്റേ റിക്രിയേഷൻ ക്ലബ് ഗ്രൗണ്ടിൽ, മലമ്പുഴയിൽ ഒരു 10-25% ആൾക്കാർ നാളെ അവിടെ ഉണ്ടാവും. കാരണം അവരൊക്കെ ഇവിടെ വന്ന് കാണുന്നതിനേക്കാൾ അവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പോവുള്ളൂ, ഞാൻ ഉണ്ടാകുമെന്ന് അവരോട് വിവരം പറഞ്ഞിട്ടുണ്ട്. VSുമായിട്ട് അടുത്ത ബന്ധമുള്ളവരൊക്കെ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ചില കാര്യങ്ങൾ കാണുമല്ലോ, ചില പ്രത്യേക കാര്യങ്ങൾ പറയുക, ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അദ്ദേഹം ഇങ്ങോട്ട് പറയാം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വികസന കാര്യത്തിലും അതുപോലെ ജനങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മൂപ്പരുടെ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുവനന്തപുരത്ത് വന്നാലും വിളിക്കും. മൂപ്പര് അപ്പം വിളിക്കേണ്ടവരെ വിളിക്കും. ഞാൻ ഒരു കേസ് പറഞ്ഞല്ലോ, ഒരു ഇൻസിഡൻറ്റ്, അതുപോലെ വിളിക്കും. പിന്നെ തുടർന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കും. ആരെ വിളിക്കണോ അവരെ വിളിക്കും. നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല എന്നതിനെ സംബന്ധിച്ചൊക്കെ VS ആരായുമായിരുന്നു. അതൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. ഒരു വിഷയം പരിഹരിക്കുന്നത് വരെ അതിന് ഫോളോ അപ്പ് ചെയ്യുക എന്നൊരു ക്വാളിറ്റി ഒരു രാഷ്ട്രീയക്കാരൻ്റെ. VSനെ ഒന്നും നമ്മൾ വിലയിരുത്താനൊന്നും പറ്റിയ ഒരു വ്യക്തിയല്ല ഞാൻ. എങ്കിൽ പോലും 10-20 കൊല്ലം
അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ കൂടെ നടന്നിട്ടുള്ളൊരു അനുഭവത്തിൽ ഒരുപാട് പാഠം രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും അതുപോലെ അതിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാനും ഒക്കെ ഒരു പ്രചോദനം കിട്ടിയ ഒരു നേതാവാണ്. ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ അത് മറുഭാഗത്തുള്ളത് എത്ര ഉന്നതനായാലും അദ്ദേഹം കണ്ണടച്ച് നടപടിയെടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, അനുഭവങ്ങളുണ്ടോ? തന്നെ അത് ഏത് വിഷയമായാലും ശരി. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു ദിവസം ഞങ്ങളൊരു പരിപാടിക്ക് പോവുകയാണ്. കൃഷി പാടത്തിൻ്റെ നടുക്ക് കൂടിയിട്ടാണ് റോഡ്, മുകളിൽ കനാലാണ്. കുറേ കൃഷിസ്ഥലം നികത്തിയിട്ട് പിന്നെ അവിടെയൊക്കെ വീട് വെച്ചിരിക്കുന്നു. അപ്പോൾ കാറ് നിർത്താൻ പറഞ്ഞു, നിർത്തി. ഇതെങ്ങനെ, അപ്പോൾ ഇതേതാ കനാൽ ചോദിച്ചു. അപ്പോൾ ഞാൻ മലമ്പുഴ കനാലാണ് പറഞ്ഞു. ഈ നടുപ്പാടത്ത് എങ്ങനെ വീട് വന്നു ചോദിച്ചു. അത് VS ഹൈക്കോടതിയിൽ നിന്നെന്തോ പിന്നെ KLU വാങ്ങിയിട്ട് ഗവൺമെൻറ് കോടതിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്തേ കോടതിയിൽ പോയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു VS ഞങ്ങളെങ്ങനെ പോവുക, അവർ കോടീശ്വരന്മാർ പോയിട്ട് നിലം നികത്താൻ വേണ്ടിയിട്ടുള്ളത് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് തർക്കിച്ച് അന്ന് പഞ്ചായത്തിന് കേസിന് പോകാൻ 3000 ഉറുപ്പ്യ പെർമിസീവ് സാങ്ഷൻ ഉള്ളൂ. ആര് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കേസിന് പോകും പറഞ്ഞു. മൂപ്പര് കാണിച്ചുമായിട്ട് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു VS വണ്ടി നിർത്താൻ പറയും, ഞാൻ ഇറങ്ങിപ്പോവുക, എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതല്ല, ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ബാധ്യതയാണ്. അത് പ്രഭാകരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു. അല്ലാതെ നമുക്കിപ്പോൾ കേസിന് ഇത്ര കാശ് ചിലവായിട്ട് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മീതെ ഇനി ഒരു അനുഭവം പറയാനില്ലല്ലോ. 10-20 കൊല്ലം കൂടെ നടന്ന് ഈ വിഷയത്തിൽ മൂപ്പരുടെ ദൃഷ്ടിപ്പെട്ടത് അവിടെ നിർത്തിയിട്ടാണ് എന്തേ നിങ്ങൾ കേസിന് പോയില്ല ചോദിച്ചു. കേസിന് ഞങ്ങളവിടെ പോകണം, ഞങ്ങൾക്ക് അതിന് അവിടെ പണം. അപ്പോൾ ചോദിച്ചപ്പോൾ തർക്കിച്ചതായപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാടായപ്പോൾ VSൻ്റെ അടുത്ത് നമ്മൾ തർക്കിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു VS ഡ്രൈവറുടെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവുക, നിന്നെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു, നിന്നെ ഇരുത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരി പറഞ്ഞു. അദ്ദേഹം അത്രയും അങ്ങനെയാണ് മൂപ്പരുടെ ഒരു രീതി. അത് എന്നോട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാനുണ്ടായ കാരണം. മാതൃക മാത്രമല്ല, ആവേശമായിരുന്നു. എന്താ സംശയം? VSൻ്റെ നഷ്ടം അപരിഹാര്യമായ ഒരു നഷ്ടമാണ്, പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം. അദ്ദേഹം തളർന്ന അവശനായി കിടക്കുമ്പോൾ തന്നെ ഇത് പ്രശ്നം ആയി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് സമൂഹത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു വലിയ ഉപദേശം. അപ്പോൾ ആ അനുഭവ സമ്പത്തിൽ നിന്നും ഉയർന്നു വരുന്നതൊക്കെ ശരിയായതായിരിക്കും. അത് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് VSൻ്റെ അനുഭവം ചില്ലറയല്ലല്ലോ. ഇപ്പോൾ ഈ കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവിച്ചിരിപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമ്മുടെ ഈ തലമുറയ്ക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു അമൂല്യമായ സമ്പത്ത് തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരു പ്രവർത്തന രീതി അനുകരിക്കാൻ പറ്റിയിട്ടുള്ള മാതൃകയാണ് അദ്ദേഹം. എല്ലാവരുടെയും ഒരു ആവേശമാണ്. അതാണ് മരിച്ചപ്പോൾ ആശുപത്രിയിലും അതുപോലെ സെക്രട്ടേറിയറ്റിലുമൊക്കെ ഇന്നലെ 11:30-12 മണിവരെ നിൽക്കാതെ തൊണ്ട പൊട്ടുമാറി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് വെളുപ്പിന്. അതാണ് പ്രശ്നം.